നവീകരണം നടക്കുന്നുവെന്ന് പറയുമ്പോഴും കൊല്ലം തോടിന്റെ ദുരവസ്ഥയ്ക്ക് ഇന്നും ഒരു മാറ്റമില്ല. മാലിന്യ നിക്ഷേപം കൂടിയതോടെ ജലാശയവും പരിസരവും ശോചനീയാവസ്ഥയിലാണ്. എത്രയും വേഗം തോടും പരിസരവും മാലിന്യ വിമുക്തമാക്കി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചരക്ക് നീക്കത്തിനായി ഈ വർഷം അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുമെന്ന് കരുതപ്പെടുന്ന കോവളം ബേക്കൽ ജലപാതയിൽ ഉൾപ്പെടുന്ന കൊല്ലം തോടിന്റെ അവസ്ഥയാണിത്. ആഴം കൂടുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും മാലിന്യം നിറഞ്ഞ് ജലാശയവും പരിസരവും വൃത്തികേടായിരിക്കുകയാണ്. ഇരുമ്പ് പാലം മുതൽ കല്ലുപാലം വരെയുള്ള ഇരുകരകളിലും മാലിന്യ കൂമ്പാരം. നവീകരണത്തിനായി തോടിന്റെ വശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. 2007-8 കാലഘട്ടത്തിൽ ഏകദേശം 900ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് കൊല്ലം നഗരത്തിന്റെ ഹൃദയ നദി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയരേഖയായിട്ടുള്ള കൊല്ലം തോട് നവീകരണത്തിന് വേണ്ടി 900 കുടുംബങ്ങൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടി തങ്ങൾ ജനിച്ചു വളർന്ന് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഇടങ്ങൾ വിട്ടുകൊണ്ട് കൊല്ലം തോടിൻ്റെ നവീകരണത്തിന് വേണ്ടി മാറി നൽകി. എന്നാൽ 2008 മുതൽ ഇന്ന് 25 കാലഘട്ടം എത്തുന്നതുവരെ ഏകദേശം 7.7 കിലോമീറ്റർ നീളം മാത്രമുള്ള കൊല്ലം തോട് നവീകരണം നടത്തി ജനങ്ങൾക്ക് വിട്ടു നൽകുന്നില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പരാജയമാണ്. കക്കൂസ് മാലിന്യം വരെ തള്ളിയിരുന്ന തോട് ജലജന്യ രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രമായിരുന്നു. പിന്നീട് വൃത്തിയാക്കിയെന്ന് പറയുമ്പോഴും തോട് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയാണ്. വശങ്ങളിൽ സ്ഥാപിച്ച നെറ്റ് ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മാലിന്യം തള്ളി ജലാശയം മലിനമാക്കുന്നവരെ പിടികൂടാൻ ഒരു സംവിധാനവുമില്ല. കൊല്ലം തോട് എന്ന് പറയുന്നത് കണ്ണീര് പോലെ ആക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിറച്ച് കൂത്താടികളും കൃമികളും ഉൾപ്പെടെ മാലിന്യങ്ങളുടെ കൂമ്പാരമായിട്ട് കൊല്ലം തോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം തോട്ടിൽ നിന്നും മാലിന്യജനത്തിൽ നിന്നും ആ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടരുന്നുണ്ട്. അപ്പം അതിനൊക്കെ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അവിടെ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങളൊക്കെ തള്ളാതിരിക്കുവാൻ വേണ്ടി സൈഡ് പ്രൊട്ടക്ഷൻ വേലികൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ തന്നെ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ കൂടിയതോടെ തെരുവ് നായ്ക്കൾ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട്. അസഹനീയമായ ദുർഗന്ധവും പടരുന്നു. കാലാവധി കഴിഞ്ഞ മരുന്നുകളും മാലിന്യങ്ങൾക്കിടയിൽ കാണാം. താമരക്കുളം കച്ചേരി ഡിവിഷന്റെ കരകളിലെ അവസ്ഥ രൂക്ഷമാണ്. മാലിന്യ നിക്ഷേപം തടയാൻ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കോർപ്പറേഷൻ ഹെൽത്ത് സ്ക്വാഡും പോലീസും നിരീക്ഷണം ശക്തമാക്കണമെന്നുമുള്ള അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. എത്രയും വേഗം തോടിന്റെ ശോചനീയാവസ്ഥ മാറ്റി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ചരക്കു ഗതാഗതം യാഥാർത്ഥ്യമാക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം.